ഹായ് ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വെക്കേഷനിൽ നമ്മൾ പോയപ്പോൾ ഒരുപാട് സ്ഥലത്തൊക്കെ പോകാൻ പ്ലാൻ ചെയ്തു. മഴയൊക്കെ ആയിട്ട് ഒന്നും നടന്നില്ല. പോണ സമയത്താണ് നമുക്ക് ബോച്ചയുടെ കള്ള് ഷാപ്പിലൊന്ന് പോയാലോ എന്നൊരു ആഗ്രഹം തോന്നിയത്. അപ്പോൾ കള്ള് ഷാപ്പിൽ പോയ വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് പോയത്. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ജങ്കാറ് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ജങ്കാറ് കഴിഞ്ഞിട്ട് നമുക്ക് യൂബറിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. ഉച്ചക്കത്തെ ഫുഡ് അവിടെ പോയി ട്രൈ ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ പിള്ളേർ ജങ്കാറിൽ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. എന്നാലും നല്ല ചൂടായിരുന്നു, ഉച്ച സമയത്താണല്ലോ പോകുന്നത്. ജങ്കാർ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത യൂബർ വന്നിട്ടോ, അതുകൊണ്ട് അധികം നേരം ചൂടത്ത് നിൽക്കേണ്ടി വന്നില്ല. പിന്നെ ഞാൻ പോച്ചെ പപ്പെന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് തന്നെ റൂട്ടിൽ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ബോച്ചെ പബ്ബിലെത്തി. ഫ്രണ്ടിലൊക്കെ ഒരു ബോച്ചയുടെ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു രണ്ട് സൈഡിലും കയറുന്ന സ്ഥലത്തൊക്കെ നിറച്ചും നല്ലൊരു ഗാർഡനിങ് ഒക്കെ ഉണ്ട്. പിന്നെ ഫ്രീ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊരു പബ്ബെന്ന് പറഞ്ഞാലും നമ്മൾ ചെന്ന സമയത്തൊക്കെ എല്ലാം അതിൻ്റെ ഉള്ളിൽ നിറച്ചും ഫാമിലി തന്നെയായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ പെറ്റ്സിനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ചൂണ്ട കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ലൊരു ഹട്ട് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എങ്കിൽ ഹട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ചോദിച്ചപ്പോൾ അതൊക്കെ റിസർവ്ഡ് ആയിരുന്നു. വീക്ക് ഡേയ്സ് ആയിട്ട് പോലും റിസർവ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. മുന്നേ ബുക്ക് ചെയ്യണമെന്ന്. എങ്കിൽ നമുക്ക് അകത്ത് പോയി തന്നെ ഫുഡ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്ത് ജസ്റ്റ് 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ആ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഒരുപാട് ചൂണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എത്ര പേര് വന്നാലും അങ്ങനെ ഒരു 5-6 പേരൊക്കെ വന്നിരുന്നാലും ചൂണ്ടയിടുകയൊക്കെ ചെയ്യാം. എന്തായാലും മീനൊന്നും കിട്ടിയില്ല. എന്നാലും പിള്ളേർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ചൂണ്ടയൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് സമയമൊക്കെ അങ്ങനെ പോയി. പിള്ളേരെ കുറ്റം പറയണ്ട, ഞാനും മീനൊക്കെ പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വലിയ കാര്യത്തിലൊക്കെ ചൂണ്ടയൊക്കെ ഇട്ട് നോക്കി. എനിക്കും ഒറ്റ മീനൊന്നും കിട്ടിയില്ല. മീൻ പക്ഷേ ചൂണ്ടയിൽ കൊത്തുന്നുണ്ട് കേട്ടോ. അപ്പം മീനുകളുണ്ടെന്ന് മനസ്സിലായി. പിന്നെ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. സീ ഫുഡിൻ്റെ ഒരുപാട് മെനൂസ് അവിടെ ഉണ്ടായിരുന്നു. ഫിഷ് തവയും ഗ്രില്ലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെമ്മീൻ ഫ്രൈയും കൂന്തൽ റോസ്റ്റും പിന്നെ പാൽക്കപ്പയും ബീഫും കോയിൻ പൊറോട്ടയും പിന്നെ ഒരു മീൽസൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് അവിടുത്തെ കറികളുടെ ടേസ്റ്റൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓരോ ആൾക്കാർക്ക് ഓരോ ഡിഫറെൻറ്റ് ടേസ്റ്റാണല്ലോ. എൻ്റെ ടേസ്റ്റിൽ എനിക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പിള്ളേർ കളിക്കണ സ്ഥലം കിട്ടിയപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ഫുഡ് വന്നപ്പോഴേക്കും അവർ കളിച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു.
ഫുഡ് കഴിച്ചതിന് ബോട്ടിങ്ങിനൊക്കെ പോയി. പിന്നെ കുറച്ച് അങ്ങനെ ചുറ്റി നടന്ന് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഗുൾഫിയാണ്. നല്ല ഫ്ലേവറായിട്ടുള്ള ഒരുപാട് ഗുൾഫീസ് ഉണ്ടായിരുന്നു. മാംഗോൻ്റെ അടിപൊളിയായിരുന്നു, അതുപോലെ ടെൻഡർ കോക്കനറ്റിൻ്റെയൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ കളിച്ച് ഒരു വൈകുന്നേരം ആയപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പോച്ചയുടെ പപ്പിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.